1976 റാണിയും അമ്മയും സഹോദരിമാരും അടങ്ങുന്ന സംഘം ദുബായിൽ ഒരു പരിപാടിക്കായി പോയി. അതൊരു സാധാരണ യാത്രയായി തന്നെയായിരുന്നു ആരംഭിച്ചത്. അവർ മടങ്ങി വരികയായിരുന്നു. ലക്ഷ്യം മദ്രാസ്. പക്ഷെ ബോംബെയിൽ നിന്ന് മദ്രാസിലേക്കുള്ള യാത്രയിൽ പ്രശ്നമുണ്ടായി. ഇവിടെയാണ് റാണിയുടെ ജീവിതത്തിലെ അവസാന അധ്യായം ആരംഭിക്കുന്നത്. 1976 ഒക്ടോബർ 12 ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 171 വിമാനം പറന്നുയർന്നതിന് പിന്നാലെ എഞ്ചിനിൽ ഗുരുതരമായ തകരാർ. വിമാനം തിരിച്ചിറക്കാൻ ശ്രമിച്ചു. പക്ഷേ വിമാനത്താവളത്തിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ടു. വിമാനത്തിലുണ്ടായിരുന്ന 95 പേരും മരിച്ചു. റാണി ചന്ദ്രയും അവളുടെ അമ്മയും 3 സഹോദരിമാരും അവരോടൊപ്പം യാത്ര ചെയ്ത നൃത്തസംഘത്തിലെ അംഗങ്ങളും സംഗീതജ്ഞരും എല്ലാവരും ആ ദുരന്തത്തിൽ മരിച്ചു. വിമാനാപകടത്തിന്റെ സാങ്കേതിക കാരണമായി പിന്നീട് എഞ്ചിനിലെ ഗുരുതരമായ തകരാറും അതിനെ തുടർന്നുണ്ടായ തീപിടുത്തവും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. പക്ഷെ റാണി ചന്ദ്രയുടെ കഥയിൽ അതിലും ഹൃദയഭേദകമായ ഒരു ചെറിയ സംഭവമുണ്ട്. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് റാണി ചന്ദ്ര ഒരാളെ ഫോണിൽ വിളിച്ചു. IV ശശിയെ. അവൾ ദുബായിൽ നിന്ന് മടങ്ങുകയായിരുന്നു. അവിടെ നിന്ന് ശശിക്കായി ചില സമ്മാനങ്ങൾ വാങ്ങിയിരുന്നു. ആ സമ്മാനങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു. സിനിമയെക്കുറിച്ചും സംസാരിച്ചിരിക്കാം, ജീവിതത്തെക്കുറിച്ചും പുതിയ സിനിമകളെക്കുറിച്ചും. അവൾക്ക് മുന്നിൽ ഇനിയും വർഷങ്ങളുണ്ടെന്ന് തന്നെയായിരിക്കും ഇരുവരും കരുതിയിരുന്നത്. പക്ഷേ അത് അവരുടെ അവസാന സംഭാഷണമാകുമെന്ന് അവരാരും അറിഞ്ഞിരുന്നില്ല. വിമാനം പറന്നു. പിന്നെ ഒരു തീകോളം, ഒരു നിമിഷം, ഒരു ജീവിതം. അങ്ങനെ റാണി ചന്ദ്രയുടെ കഥ അവസാനിച്ചു. എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു രസകരമായ എപ്പിസോഡ് ഇനിയും കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.